ഫാത്തിമത്തെ നീതാ മുന്തുന്നേ തരുണികൾ കരമുട്ടിത്തീരൂനൂറിൽ പൂകൾ വെള്ളുന്നേ. കോഴിക്കോടും ഒപ്പനയും കേൾക്കുമ്പം തന്നെ എന്തൊരു ചെയ്ല്. പുയ്യോട്ടിമാരെല്ലാം ഹാപ്പിയാണ്. വേദി നിറയെ ആ ഹൂറിമാരുടെ മുഞ്ച്. പിന്നെ എങ്ങനെയാണ് ഇവിടെ തിരക്ക് കൂടാണ്ടിരിക്കുക? കോഴിക്കോട്ടുകാർക്ക് ഒപ്പനയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഒപ്പനയോട് കൂടുതലായിട്ടുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് കാലിക്കറ്റുകാർക്കുള്ള ഒരു ഭയങ്കരമായൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അത് കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത്. അവിടെ ഒപ്പന സ്റ്റേജിൽ നടക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ചുവട് വെക്കുന്നുണ്ട്. ഇപ്പൊ കൈകൊണ്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും താളം പിടിക്കുന്നുണ്ട്. ഇത് വലിയൊരു കാര്യമാണ്. കാരണം എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. വളരെ ഭംഗിയാണ്, നല്ല കോസ്റ്റ്യൂമാണ്. ഒപ്പന എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ അവർ കളിക്കുന്നുണ്ട്. കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. കുട്ടികളും വലിയോരും എല്ലാരും കൂടെ ഒരു കല്യാണപ്പുര പോലെ. തിരുവോരെ കണ്ട ചാരേ ഒപ്പന കാണാനും വേണ്ടി മാത്രം വരുന്നവരാണ് ചിലര്. ഭയങ്കര തിരക്കല്ലേ ഇവിടെ? ഞങ്ങൾ രാവിലെ വന്നതാ ഒപ്പന കാണാനായിട്ട്. ഈ തിരക്കിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഭയങ്കര ബഹളമല്ലേ? ഭയങ്കര പിന്നെ കോഴിക്കോട് പിന്നെ ബഹളമില്ലാതിരിക്കുക. ഒപ്പന ഇഷ്ടമായോ? സൂപ്പറാണ്. മുമ്പ് ജനിച്ചാൽ സോദരർ മൗത്തായി ശേഷമിൽ ബിന്ദുകളാദര പൂമണ ഫാത്തിമ തോരതിൽ പിരിശമതേറി. ആ പാട്ട് നീളത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നു. ചിലര് കൂടെ പാടാനും തുടങ്ങിയിട്ടുണ്ട്. താളം പിടിക്കുന്നവരും വീഡിയോ പകർത്തുന്നവരും ഒക്കെ വേദി കളറാക്കി. ഇതാ കണ്ടില്ലേ, ഒപ്പന നമ്മുടെ മലബാറുകാരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ്. മറ്റൊരു മത്സരത്തിനും ലഭിക്കാത്ത അത്രയും വലിയ പിന്തുണയാണ് ഒപ്പനയ്ക്ക് ഇന്ന് നാട്ടുകാർ നൽകുന്നത്. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന മേക്കാട്, മാതൃഭൂമി ന്യൂസ്.